പ്രീതേച്ചി, അൻവർ വീണ്ടും 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 എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി ഞെട്ടുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കേരളമാണ് കുറച്ച് കൂടുതൽ ഞെട്ടുന്നത്. കാരണം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം.എൽ.എ, അതിപ്പോൾ ഏത് സീറ്റാണെങ്കിലും, അൻവർ കാശ് കൊടുത്ത് ജയിച്ചതാണെങ്കിലും, അൻവർ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ AKG സെൻറ്ററിൽ കൂട്ട നിലവിളി എന്നൊക്കെയാണ് കേൾക്കുന്നത്. കാരണം എന്ത് പറയണം, ഏത് പറയണം എന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് സഹാക്കന്മാരൊക്കെ. സത്യത്തിൽ എന്താണ് അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്? അൻവർ എന്ത് ലക്ഷ്യം വയ്ക്കുന്നു? അതിൽ മുന്നേ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, അൻവർ വാർത്താ സമ്മേളനം നടത്തി ആ കസേരയിൽ നിന്ന് എണീക്കും മുന്നേ അൻവറിന്റെ വീടിന്റെ മുന്നിൽ ഫ്ലക്സ്, അൻവറിനെതിരെ വിരട്ടലും വിലപേശലും ഒന്നും ഇവിടെ വേണ്ട, ഇത് ഞങ്ങളുടെ നാട്. രാവിലെ അൻവർ ആ ചോദ്യത്തിനുള്ള മറുപടി എന്ത് രസകരമായി അൻവർ കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ പ്രസ് കോൺഫറൻസ് പറഞ്ഞ് രാവിലെ അൻവറിനെ വിളിച്ചിരുത്തിയ ഒരു പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിൽ പറഞ്ഞപ്പോൾ അൻവർ പറഞ്ഞത്, ഇവർ വയ്ക്കുന്ന സ്ഥലത്ത് റോഡിന്റെ വീതി കുറവാണ്, ഈ ഫ്ലക്സ് വെക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവർ എന്നോടൊന്ന് ചോദിച്ചു, എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇതൊന്ന് വെച്ചോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ വച്ചോ. കാരണം അങ്ങോട്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ ഇങ്ങോട്ട് ഉന്നയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അപ്പോൾ അവരത് ചെയ്യട്ടെ, അതിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ അനുവാദം കൊടുത്തിട്ടാണ് അവരത് വച്ചത്. എഴുതിയ ഇന്നോവ കാറെല്ലാം പഴയത്. ഇപ്പൊ അത് അവരുടെ വീട്ടിൽ ആരാണോ ഉന്നയിക്കുന്നത് അവരുടെ മുന്നിൽ കൊണ്ട്. അല്ല, പണ്ട് നമ്മൾ പറയേ CPM-നെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് വൈകിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പുറകെ ഇന്നോവ വരുന്നുണ്ടോ, വീടിന്റെ മുന്നിൽ ഫ്ലക്സ് വെക്കും, തീർത്ത് കളയും. വിരട്ടലും വിലപേശലും വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ആചാന ബാഹുക്കളായി ഞങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, ഇനി അടുത്തുള്ളത് ക്യാപ്സ്യൂൾ ഇറക്കലാണ്. അടുത്ത നടപടി ക്യാപ്സ്യൂൾ ഇറക്കലിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ്? കോളേജുകളിലാണ്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഈ ലോക്കൽ കമ്മിറ്റി, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് നിറയ്ക്കും. അവിടെ എന്താണ്? കഥ കടച്ചിരുന്ന് രഹസ്യ ചർച്ച. കണ്ട കാര്യമാണ്. അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ കുട്ടികൾ എന്തറിഞ്ഞിട്ടാണ് ഇതിന്റെ പുറകെ? ഇതെല്ലാം വെറും കള്ള രാഷ്ട്രീയ കളികളാണ്, സിനിമ കഥ. ഇതെല്ലാം പ്ലാൻഡ്. ഒരു വില്ലൻ, ഇപ്പൊ നായകൻ അൻവർ, വില്ലൻ പിണറായി. അടുത്ത വാർത്താ സമ്മേളനത്തിൽ പിണറായി നായകൻ, അൻവർ വില്ലൻ. ഇതനുസരിച്ച് ഇവരുടെ പിന്നണിയിലുള്ള ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും. ഒരിക്കൽ അൻവർക്കായ്ക്ക് KJ വിളിക്കും, അടുത്ത പത്രസമ്മേളനം കഴിയുമ്പോഴേക്കും പിണറായിക്ക് KJ വിളിക്കും. ഇതിങ്ങനെ മാറി മാറി. പക്ഷേ ഈ കുട്ടികൾ പഠിക്കാനെന്ന് പറഞ്ഞ് കോളേജുകളിൽ പോയിട്ട് കുത്തിനിരക്കി ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിനകത്ത് ഗൂഢചർച്ചകൾ, ക്യാപ്സ്യൂൾ വിതരണമായിരിക്കും അടുത്ത നീക്കങ്ങൾ. ഇപ്പൊ ക്യാപ്സ്യൂൾ വിതരണം വന്നു. ഇപ്പൊ LDF കൺവീനർ പറഞ്ഞു ഗൂഢാലോചന, സ്ഥിരം ക്ലീഷേ ഡയലോഗ്, പാർട്ടിയെ നശിപ്പിക്കാൻ. അതെ, പിന്നെ അനിൽകുമാർ പറഞ്ഞു അൻവർ ഛർദ്ദിക്കുന്നതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കണ്ട എന്ന്. അപ്പൊ അൻവറിന്റെ ഛർദിലാണോ ബിരിയാണിയാണോ എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അൻവർ തിരിച്ചടിച്ചിട്ടുണ്ട്. സ്വരാജ് താൻ എന്ന് വിളിച്ചിട്ടാണ് അൻവറിനെ അഭിസംബോധിച്ചത്. അപ്പൊ അൻവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരേ സമയത്ത് വന്നവരാണ്, രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്തിനെ എന്നെ താനെന്ന് വിളിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ് പറയുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ക്യാപ്സ്യൂളുകൾ ഓരോ സൈഡിൽ നിന്ന്, അതായത് പാർട്ടിയുടെ ഭാഷ മാറി, അൻവറിനോടുള്ള സമീപനം മാറി, രീതി മാറി. അപ്പോൾ ഇനി അൻവറിനെ പിടിച്ചു നിൽക്കാൻ, കാരണം അൻവർ UDF-ലേക്ക് പോകും എന്നുള്ള ഒരു രീതി എന്തായാലും, കാരണം ഇനി ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് അൻവറിന് അറിയാം. അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത് കേരളത്തിൽ അവസാന മുഖ്യമന്ത്രിയാണ്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ അൻവറിന്റെ പിന്നിൽ വലിയ വലിയ, നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നു ഈ CPM-ലെ നമ്മുടെ MMBA മലയാളം, നമ്മൾ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അൻവർ ലക്ഷ്യം വെക്കുന്നത് പിണറായിയാണ്. നമ്മളത് ആദ്യം പറഞ്ഞത് നമ്മളാണ്. അൻവർ ലക്ഷ്യം വെക്കുന്നത് മറ്റാരെയുമല്ല, പിണറായി അച്ഛനാണെന്ന് പറയുകയും ചെയ്യും, നല്ല പണി കൊടുക്കുകയും ചെയ്യും. അതല്ല, ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന കണ്ണൂർ ലോബി ആയിരിക്കും ഇതിന്റെ പിന്നിൽ. പക്ഷെ അതാണെന്ന് തോന്നുന്നില്ല. വേറൊരു ലോബിയും ഇവിടെ സ്ലീപ്പർ സെൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് അവരെല്ലാം അൻവറിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അൻവർ പിണറായിക്കെതിരെ പറഞ്ഞതിനെ, അതായത് അവർ പിണറായി പക്ഷമായിട്ടല്ല CPM-മായി നിന്നാണ് അവരെല്ലാം അൻവറിനെ വിമർശിക്കുന്നത്. പക്ഷേ CPM മറ്റൊരു കാര്യം ആലോചിക്കാനുള്ളത്, ഈ അൻവർ മത്സരിച്ച് ജയിക്കുമ്പോൾ അവിടെ CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥി വേറെ ഉണ്ടായിരുന്നു. അപ്പൊ ആ LDF സ്ഥാനാർത്ഥിയെ ചതിച്ചുകൊണ്ടാണ് ഇവര് അൻവറിനെ ജയിപ്പിക്കാൻ കൂട്ടുനിന്നത്. ആര് കൂട്ടുനിന്ന്? പിണറായി ഉൾപ്പെടെയുള്ള ആൾക്കാർ. പിണറായിയുടെ ഗൂഢനീക്കമായിരുന്നു.
അപ്പൊ എന്തായാലും ഇത് ഇങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. അതെ, അത് അൻവറിന്റെ 7 സീറ്റ് അല്ലേ നിലമ്പൂര്. അൻവർ പണം കൊടുത്ത സീറ്റ് വാങ്ങി. അപ്പോ വടി കൊടുത്ത് പിണറായി അടി വാങ്ങി എന്നേ പറയാൻ പറ്റൂ. കാരണം വെറുതെ പോയവനെ വഴിയിൽ നിന്ന് വലിച്ച് വീടിനകത്ത് കൊണ്ട് ഒരുപാട് കാര്യലാഭങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയോടെ തന്നെയാണ് അത് ചെയ്തത്. അല്ല, അൻവർ പറയുന്നുണ്ട് എനിക്ക് പച്ചയ്ക്ക് പലതും പറയാൻ പറ്റില്ല, തെളിവുകൾ എവിടെ എന്ന് ചോദിച്ചാൽ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, ആ തെളിവുകളൊക്കെ ഞാൻ പുറത്തു വിടേണ്ട ഒരു സമയം വരട്ടെ, അപ്പോ വിടാം. കാരണം അൻവർ വിലപേശുന്നതാണ്. അജയ്, അൻവറിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അൻവർ പിണറായിയാണ് ലക്ഷ്യം വെച്ചത്. ഇന്നലെ ലക്ഷ്യം വെച്ചത് പിണറായി ആണെങ്കിൽ പോലും, നേരത്തെ ലക്ഷ്യം വെച്ചത് പിണറായി ആണെങ്കിൽ ഇന്നലെ തുറന്നടിച്ചതിന്റെ കാരണം അൻവർ അത് കൃത്യമായി പറയുന്നുണ്ട്. ADGP MR അജിത്കുമാർ എന്ന കാട്ടുകള്ളൻ, അങ്ങനെയാണ് വിളിക്കുന്നത്, ആ കാട്ടുകളനെ സസ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചർച്ചയ്ക്കോ ഈ വാർത്താ സമ്മേളനത്തിനോ ഒരു തരത്തിലുമുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ ADGP അജിത് കുമാറാണ് ഈ പിണറായിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനെന്നും അവിടെ നിന്ന് ADGP അജിത് കുമാറിനെ ഇറക്കണം, ഇതാണ് അൻവറിന്റെ ഉദ്ദേശം. പക്ഷെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് ADGP അജിത് കുമാറിനെ വിട്ടൊരു കളിക്ക് ഇല്ല. നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു, ഒരു RSS നേതാക്കന്മാരെ ഒരു ADGP കണ്ടതിൽ എന്താണ് തെറ്റെന്ന് നമ്മൾ തന്നെ ചോദിച്ചിരുന്നു. നോർമലി അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ തെറ്റില്ലായിരിക്കാം. പക്ഷേ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? RSS വിരുദ്ധ നിലപാടായിരുന്നു. CPM-ന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നയങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് അവിടെ ചോദ്യം അവർക്ക് RSS-മായി ഒരു തരത്തിലും അവരുടെ പ്രഖ്യാപിത നയം അങ്ങനെയാണ്. RSS-മായി ഒരിക്കലും നിരോധിത സംഘടനയല്ല, ഒരാൾക്ക് പോയി കണ്ടുകൂടെ, ചിലപ്പോൾ അതിന് സുരക്ഷയുടെ ഭാഗമായിട്ട് മീറ്റ് ചെയ്തുകൂടെ എന്നെല്ലാം നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നു എന്ന് വെച്ചാൽ, അത് CPM-ന്റെ നിലപാട്. അതിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മൗന അനുവാദവും എല്ലാം സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയേറെ ചർച്ചയാകുന്നത്. അല്ല, പിണറായി വിജയൻ RSS-നോടൊപ്പമാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ കേരളം ഒന്നാക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. പിണറായി BJP-ക്കൊപ്പമാണോ RSS-നൊപ്പമാണോ? കാരണം പിണറായി എന്നല്ല, CPM-ന്റെ രാഷ്ട്രീയ നയങ്ങളൊന്നും RSS-മായി ചേർന്ന് പോകുന്നതല്ല. അപ്പോൾ ആ RSS-നെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് എപ്പോഴും CPM സ്വീകരിച്ചിട്ടുള്ളത്. ആ CPM-ലെ ഒരു മുഖ്യമന്ത്രി, ഒരു മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എങ്ങനെ RSS-മായി ഒത്തുചേർന്ന് പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ചില മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്, CPM-നെ നശിപ്പിക്കാമെന്ന് പിണറായി വിജയൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്ന് തീർച്ചയായിട്ടും. കാരണം കനൽ ഒരു തരിയും മതി എന്ന് പറയുന്ന ഒരു തരിയേ ഉള്ളൂ, ആ തരിയും കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പോക്കല. പിണറായി വിജയൻ മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് കാണികളെല്ലാം കരഘോഷം മുഴക്കിയ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. അത് അന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം വരുമായിരുന്നിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി അല്ലെങ്കിൽ കൂടി ആ ഒരു ആവേശജനകമായ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കൊരാവേശം. പക്ഷെ ഇന്ന് ആ ക്ലിപ്പുകൾ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? കടല് ഒരു ബക്കറ്റിൽ കോരിക്കൊണ്ട് വെച്ചപ്പോൾ കവിത, ഒരു കൊച്ചു ഉറുദു കവിത പറഞ്ഞു കൊടുത്തത്. പിന്നൊന്ന്, അതായത് വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയിൽ ഒരു തീപ്പൊരു പ്രസംഗമായിരുന്നു. അപ്പോ അണികൾ കൈകൊട്ടുന്ന ഒരു RSS-നോടൊരു താക്കീതുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്റെ നെഞ്ചു പിരിച്ച് നടന്നുപോയ പിണറായി വിജയനാണ് ഞാൻ. കുറെ ക്ലിപ്പുകൾ അതിലെല്ലാം കയ്യടി കേൾക്കുന്നുണ്ട് അണികളുടെ. അന്ന് അത് ഭയങ്കര ആവേശം വന്നു. പക്ഷെ ഇപ്പോ അത് കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്ന അറിയുമ്പോൾ, ചില ഗെയിമുകളുണ്ട്, നമ്മൾ ഗെയിമുകൾ കളിക്കുമ്പോൾ, നമ്മൾ പൊട്ട ഗെയിമുകളാണ് കളിക്കുമ്പോൾ, നമ്മൾ ചെറിയ യു വൺ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ ഒരു ബാക്കിൽ ഒരു കയ്യടി സൗണ്ട് ഉണ്ട്, അതുപോലെയാണ് ഇപ്പൊ അത്. അല്ല, ഇപ്പൊ അതൊക്കെ കേൾക്കുമ്പോ പരമ പുച്ഛമാണ് പിണറായിയോട് തോന്നുന്നത്. പിണറായിക്ക് സ്വാർത്ഥ ചിന്തയാണ്. പിണറായിക്ക് പാർട്ടിയോട് ഒരു സ്നേഹവും ഇല്ല, പാർട്ടി അണികളോട് സ്നേഹമില്ല, പാർട്ടി പ്രവർത്തകരോട് സ്നേഹമില്ല, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളോട് പിണറായിക്ക് സ്നേഹമില്ല. എന്തായാലും പിണറായിക്ക് ഇനി അൻവർ കാത്തു വച്ചിരിക്കുന്ന സമ്മാനം എന്തൊക്കെയാണ്, എന്തൊക്കെ നൽകാനാണ് ഇനി അൻവർ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇതിനെല്ലാം പിണറായിക്കെതിരെ ചിന്തിക്കുന്നത്. അവരെല്ലാരും കൂടെ ചേർന്ന് തന്നെ പണി കൊടുക്കും, അത് ഉറപ്പാണ്. ഇതൊരു ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ CPM-ന്റെ അന്തകനായി പിണറായി മാറുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ എന്ന് പറയാൻ പറ്റില്ല. അൻവറിന് എപ്പോൾ തോന്നുന്നു അപ്പോൾ വാർത്താ സമ്മേളനം ഉണ്ടാകും. അപ്പോൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അത് കാത്തിരുന്ന് കാണാം.